മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കേരള ഹൌസിൽ നൽകിയ വിരുന്നിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചുവെന്ന് കെ വി തോമസ്. സാമ്പത്തിക സഹായം ലഭിച്ചെന്നും ബന്ധം മെച്ചപ്പെടുത്താൻ സാധിച്ചുവെന്നും കെ വി തോമസ് പറഞ്ഞു. നേട്ടത്തെക്കുറിച്ച് കൂടുതൽ ധനവകുപ്പിനാണ് പറയാൻ കഴിയുകയെന്നും കേരളത്തിന് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കൂടിയായ കെ വി തോമസ് അറിയിച്ചു. നമ്മളൊരു കുറേ കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ചില സാമ്പത്തിക സഹായങ്ങളിലൊക്കെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽസ് ഫൈനാൻസുകാരാണ് പറയേണ്ടത്, ഞാനല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സഹായം കിട്ടിയിട്ടില്ല. നമുക്ക് ഇപ്പോൾ വയനാട് ഇഷ്യൂ പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ്, സെൻട്രൽ ഡെലിഗേഷൻ വന്ന് പരിശോധിച്ചതാണ്. നമ്മൾ അവരുടെ കൊറിയർക്കും മറുപടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തന്നിട്ടില്ല. അത്ര ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. PR അരവിന്ദ് വിവരണം അയച്ചിരുന്നു. അരവിന്ദ്, എന്താണ് കെ വി തോമസ് പറഞ്ഞത്? അജിസ്, മാർച്ചിലായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമന് ഡൽഹിയിലെ കേരള ഹൌസിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ചേർന്നൊരു വിരുന്ന് നൽകിയത്. അത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെ വലിയ പ്രതികരണത്തിനൊന്നും കേരള സർക്കാർ തയ്യാറായിരുന്നില്ല. നിയമസഭയിലടക്കം ഈ വിഷയം വന്നപ്പോൾ അത് സൗഹൃദപരമായ ഒരു വിരുന്നെന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ രാഷ്ട്രീയമൊന്നും കാണണ്ട, അതിലൊരു നിവേദനം പോലും അന്ന് നൽകിയിട്ടില്ല, പൊതുവായ കാര്യങ്ങൾ മാത്രമാണ് ചർച്ചയായതെന്നായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ഇതിൽ കൂടുതലൊരു പ്രതികരണത്തിനാണ് ഇപ്പോൾ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ ആ ബന്ധം മെച്ചപ്പെടുത്തുവാൻ സാധിച്ചു എന്നതാണ് കെ വി തോമസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചില സാമ്പത്തിക സഹായങ്ങളിൽ അതിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു, ചില സാമ്പത്തിക സഹായങ്ങളിൽ അത് മെച്ചപ്പെടുത്തുക, കാരണം ഈ കൂടിക്കാഴ്ചയിലൂടെ മെച്ചം നേടാൻ സാധിച്ചു, ധനവകുപ്പിന് മെച്ചമുണ്ടായെന്നതാണ് ഇപ്പോൾ കെ വി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. കാരണം തീർത്തും അസാധാരണമായ ഒരു കൂടിക്കാഴ്ച എന്നതാണ് പ്രതിപക്ഷം ഇതിനെ വിമർശിച്ചത്. കാരണം ധനമന്ത്രി കേരള ഹൌസിലേക്ക് എത്തി ഒരു വിരുന്നിൽ പങ്കെടുക്കുക എന്നത് തീർത്തും അസാധാരണമായ ഒരു സംഭവമായിരുന്നു. ഇതിൽ കേരളവുമായി ബന്ധപ്പെട്ട ബന്ധം മെച്ചപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് കെ വി തോമസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ധനവകുപ്പുമായി ബന്ധപ്പെട്ട ബന്ധം മെച്ചപ്പെടുത്താൻ സാധിച്ചിരുന്നു. കുറെ സാമ്പത്തിക സഹായങ്ങളിലെല്ലാം ബന്ധം മെച്ചപ്പെടുത്തി എന്നുകൂടി കെ വി തോമസ് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ കേരളം ആവശ്യപ്പെട്ട ഇതിനോടൊപ്പം തന്നെ നിരവധി തവണയാണ് കേരളത്തിൽ നിന്ന് മന്ത്രിമാരടക്കം ഡൽഹിയിലെത്തി വിവിധ വകുപ്പുകളിലുള്ള മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രി അടക്കമുള്ള മറ്റ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരം ആവർത്തിച്ചു വരുമ്പോഴും കേരളത്തിന് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ബന്ധം മെച്ചപ്പെടുത്താൻ സാധിച്ചിരുന്നു, ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ മെച്ചപ്പെട്ടു എന്നതാണ് കെ വി തോമസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ ആ വിരുന്ന് ബ്രേക്ക്ഫാസ്റ്റുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രതികരണമാകും ഒരുപക്ഷെ കെ വി തോമസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്.